എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വാഴച്ചുണ്ട് തോരൻ ഉണ്ടാക്കാം. വാഴക്കൂമ്പ്, വാഴച്ചുണ്ട്, വാഴക്കുടപ്പൻ എന്നൊക്കെ പറയുന്ന വാഴച്ചുണ്ട് തോരൻ ഉണ്ടാക്കാം. ഇതൊരു പാളയംകോടൻ വാഴയുടെ ചുണ്ടാണ്. ഞാനിതിൻ്റെ ആ പുറത്തെ തവിട്ട് നിറമുള്ള പോള മുഴുവനും പൊളിച്ചു കളയും. എന്നുവെച്ചാൽ ആ ക്രീം കളറുള്ള പോള മാത്രമേ എടുക്കുകയുള്ളൂ. ചിലപ്പോൾ ആ പോളയ്ക്ക് കയ്പ്പ് കാണും. ഏത്തവാഴയുടെ ചുണ്ടും ഞാലിപ്പൂവിൻ്റെ ചുണ്ടും പാളയംകോടൻ്റെ ചുണ്ടും ഒക്കെ ഇങ്ങനെ തോരൻ വെക്കാൻ ഉപയോഗിക്കാം. ഇതുപോലെ കൊത്തി കൊത്തി അരിയണം. ഇത് നല്ല കുഞ്ഞു കുഞ്ഞാന്ന് കൊത്തി കൊത്തി അരിഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏത്തവാഴയുടെ ചുണ്ടും ഒക്കെ നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി എടുക്കും. പിന്നെ ഈ പാളയംകോടൻ വാഴയുടെ ചുണ്ടിൻ്റെ കൂട്ടത്തിൽ പരിപ്പും ചക്കക്കുരും ഒക്കെ ഇട്ട് തോരൻ വെക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഏത്തവാഴയുടെ ചുണ്ട് അവർ ഏത്തക്കൊലയ്ക്ക് വിഷം അടിക്കുമ്പം അതിനകത്തും വിഷത്തിൻ്റെ അംശം കാണും. അതേസമയം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പാളയംകോടൻ വാഴയുടെ ചുണ്ടിനൊന്നും ആരും വിഷം അടിക്കുന്നതല്ലല്ലോ. അതിങ്ങനെ കൊത്തി കൊത്തി മൊത്തത്തിൽ അരിഞ്ഞേച്ച് എണ്ണ തിരുമ്മി അതിനകത്തെ നാര് വലിച്ചു കളയണം. ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് മൊത്തത്തിൽ തിരുമ്മി കൊടുക്കണം, അല്ലെങ്കിൽ അത് കറുത്തും പോവും. അപ്പോൾ അത് എണ്ണ തിരുമ്മിയേച്ച് നമുക്ക് ഒരു ചെറിയ ഈർക്കിലി കൊണ്ട് അതിനെ ചുറ്റിച്ച് അതിനകത്തെ വലിയ നാരൊക്കെ വലിച്ചെടുത്ത് കളയാം. രണ്ട് ഈർക്കിലിയുടെ കുഞ്ഞു കഷ്ണം ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് വെച്ച് ഞാൻ ചുറ്റിച്ച് കഴിയുമ്പോൾ ആ നാരൊക്കെ കൂടെ നമുക്ക് വലിച്ചെടുത്ത് കളയാൻ പറ്റും. ഒരുപാട് നാര് വലിച്ചു കളയണ്ട, അതിൽ ഗുണമുണ്ട്. പിന്നെ അത് കറി വെക്കുമ്പോൾ വായി തടയും, അതുകൊണ്ടാണ് പിന്നെ കുറച്ചങ്ങോട്ട് വലിച്ചു കളയുന്നത്. തേങ്ങ ഒന്നും അരയ്ക്കാതെ എളുപ്പത്തിലാണ് നമ്മൾ ഈ തോരൻ റെഡിയാക്കുന്നത്. ഇനി നമ്മളൊരു 5-8 ചുള ചുവന്നുള്ളി, നല്ല മുഴുത്ത ചുളയാണെങ്കിൽ ഒരു 5-8 ചുള മതി, അല്ലെങ്കിൽ ഒരു 10-12 എണ്ണം വേണം. ചുവന്നുള്ളിയും 2 വറ്റൽമുളകും, എരിവനുസരിച്ച് വറ്റൽമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ഈ കല്ലിനകത്തിട്ട് ഇടിച്ചെടുക്കാം. വറ്റൽമുളക് ആദ്യം ഒന്ന് ചതയ്ക്കണം. അതിനുവെച്ചാൽ ഉള്ളിയുടെ വെള്ളം കൊണ്ട് ഉള്ളിയും വറ്റൽമുളകും കൂടെ ഒന്നിച്ചിട്ട് കഴിയുന്ന ചതയല്ല. വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ചതച്ചേച്ച് ഉള്ളി ചതയ്ക്കാം. എന്നിട്ട് ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഉള്ളി ചതച്ചത് ഒരല്പം കൂടിയാലും കറിയുടെ സ്വാദ് കൂടത്തേ ഉള്ളൂ, ഒട്ടും കുറയത്തില്ല. നന്നായിട്ടൊന്ന് മൂത്ത് വരണം, എന്നോർത്തുകൊണ്ട് കരിയരുത്. നന്നായിട്ടൊന്ന് മൂത്ത് ഉള്ളി ഒന്ന് ശരിക്കും ഒന്ന് ഉണങ്ങി വരണം. ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് മൂത്തു, കരിയണ്ട, ഇത്രയും മതി. ഇനി നമുക്ക് ആ വാഴച്ചുണ്ട് കുറേശ്ശെ ഇട്ട് വഴറ്റിയെടുക്കാം. മൊത്തം വാഴച്ചുണ്ടും ഇതുമായിട്ട് ഈ ഉള്ളി മുളകുമായിട്ട് യോജിച്ചതിന് ശേഷം നമുക്കൊരല്പം ഉപ്പും കൂടി ഇടണം. വാഴച്ചുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ ആ കറിക്കൊരു രുചിയുള്ളൂ. നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് വഴറ്റിയാൽ മതി. അതിനുവെച്ചാൽ ഒന്നിച്ചിട്ട് കഴിയുമ്പം പാടായിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ, ആ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നുവെച്ച് നമ്മളിത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് തേങ്ങയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡിയാകും, കാരണം നമ്മളിത് വഴറ്റിയെടുത്തതാണ്. നമ്മുടെ വാഴച്ചുണ്ട് തോരൻ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.